Hello friends, welcome to Chully videos. ഇന്നും നമ്മൾ ഒരു കർക്കിടക സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ മരുന്നുണ്ട എങ്ങനെ തയ്യാറാക്കാമെന്ന് നമ്മൾ കണ്ടു. ഇന്ന് നമുക്ക് കർക്കിടക കഞ്ഞി അഥവാ ഉലുവ കഞ്ഞി അല്ലെങ്കിൽ മരുന്ന് കഞ്ഞി എന്നൊക്കെ പറയുന്ന അതെങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് നോക്കാം. ഇത് നടുവേദനയ്ക്കും പുറംവേദനയ്ക്കും നീർക്കെട്ടിന് ദഹന സംബന്ധമായ അസുഖങ്ങൾക്കെല്ലാം വളരെ പ്രയോജനം ചെയ്യുന്ന ഒന്നാണ്. കർക്കിടക മാസത്തിൽ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് മരുന്ന് കഞ്ഞി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ട ചേരുവകൾ എന്താണെന്നൊക്കെ നോക്കാം. 1/4 കപ്പ് ഉലുവ, 1/2 കപ്പ് ഉണക്കലരി, 1/2 കപ്പ് ഞവരരി. ഇതെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കി ഒരു 5 മണിക്കൂർ കുതിർത്തി വെച്ചിരിക്കുന്നതാണ്. ഇത് വട്ടുംകായ ആണ്. ഇത് 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ്. ഇതാണ് വട്ടുംകായ. പച്ചമരുന്ന് കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇത് ഇതുപോലെ പൊട്ടിച്ച് ഇതിൻ്റെ ഉള്ളിൽ പരിപ്പുണ്ടാവും. ഇത് ഞാൻ പകുതി എടുത്ത് കുതിർത്തി എടുത്താണ് ഇതിനകത്തുള്ളത്. പുറംവേദനയ്ക്കൊക്കെ വളരെ നല്ലതാണ് വട്ടുംകായ. 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ ചതകുപ്പ നീർക്കെട്ടിനും ചതവിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ 1 ടേബിൾ സ്പൂൺ ആശാളി, എല്ലുകളുടെ ബലത്തിന് വളരെ നല്ലതാണിത്. കൂടാതെ 200 ഗ്രാം കരിപ്പെട്ടി ശർക്കര, കുറച്ച് തേങ്ങ ചിരകിയത്. ഞാനിവിടെ ഒരു മൺകലത്തിലാണ് കഞ്ഞി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് കുതിർത്തി വെച്ചിരിക്കുന്ന ഉലുവ വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഇട്ടിട്ട് നെഗക്കെ വെള്ളം ഒഴിച്ച് വേവിക്കാം. ഉലുവ ഇപ്പം നല്ലോണം തിളച്ച് പൊട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ പകുതി വേവായിട്ടുണ്ട്. പകുതി വെന്ത് കഴിയുമ്പോഴാണ് നമുക്കിതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന ഉണക്കലരിയും ഞവരരിയും ചേർക്കേണ്ടത്. നമുക്കിത് ചേർത്ത് കൊടുക്കാം. പിന്നെ ആശാളിയും കൂടെ ചേർത്ത് ഇത് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കാം. ഉലുവക്കഞ്ഞി നമുക്ക് 2 തരത്തിൽ തന്നെ ചെയ്യാം. ശർക്കര ഇട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത്. സാധാരണ ഉപ്പിട്ടാണ് എല്ലാവരും ഉപയോഗിക്കുക. മധുരമില്ലാതെ ചെയ്യണമെങ്കിൽ നമുക്കിതിന് ശർക്കര ഒഴിവാക്കി ലാസ്റ്റ് ഉപ്പ് ചേർത്ത് എടുത്താലും മതി. ഇപ്പോൾ നമ്മുടെ ഉലുവയും അരിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കാം. ഞാനിവിടെ ശർക്കര പാനിയാക്കിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പൊട്ടിച്ചിട്ടാലും മതി. ഇനി ഇതിലേക്ക് വട്ടുംകായ എടുത്ത് വെച്ചിരുന്നെന്ന് നല്ലോണം അരച്ച് ചേർക്കണം. അത് അരയ്ക്കാൻ എളുപ്പത്തിനൊക്കെ ഇത്തിരി തേങ്ങയും കൂടെ ചേർത്താൽ വേഗം അരഞ്ഞു കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയ കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇത് നല്ലോണം ഒന്ന് തിളച്ച് വരണ വരെ വയ്ക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ മരുന്ന് പൊടി ചേർക്കണുണ്ട്. ഇത് നമുക്ക് പച്ചമരുന്ന് കടയിൽ മേടിക്കാൻ കിട്ടും. പച്ചമരുന്നുകളൊക്കെ കൂടി ഉണക്കി പൊടിച്ചതാണ്. അതിലൊരു ടീസ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരുന്ന ജീരകവും ചതകുപ്പയും രണ്ടും കൂടെ ഞാൻ പൊടിച്ച് എടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് ഇറക്കി വയ്ക്കാം. നമ്മുടെ ഉലുവ കഞ്ഞി അഥവാ കർക്കിടക കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. കർക്കിടക മാസത്തിലെ കഞ്ഞി കഴിക്കുന്നത് വളരെ നല്ലതാണ്. നടുവേദന ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. കർക്കിടക മാസത്തിൽ നമുക്കൊരു 7 ദിവസം അല്ലെങ്കിൽ 14 ദിവസം അടുപ്പിച്ചത് കഴിക്കാം. അല്ലെങ്കിൽ ഈ മാസം മുഴുവനും കഴിക്കാവുന്ന ഒരു നല്ല ഔഷധക്കഞ്ഞിയാണ്. ഉലുവ കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ കൈപ്രസം വളരെ കൂടുതലായിരിക്കും. എന്നാൽ ആരോഗ്യത്തിന് വളരെ ഗുണം ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി ആൻഡ് ബി സേഫ്. താങ്ക് യു.